ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാമൂസാണ് കേട്ടോ. ഇപ്പം മൈദപ്പൊടിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ഇട്ട് കൊഴിച്ച് വെച്ചതാണ് കേട്ടോ. അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നതിന് ശേഷം ചെറിയ ഉരുളകളാക്കി വെക്കുക. പിന്നെ ചിക്കന് ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണിത്. പിന്നെ വെല്ലുള്ളി, ആഫ്രിക്കൻ മല്ലിയില, വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചതാണ്. ഇതൊന്ന് വേവിക്കാണ്ട് ഈ ചിക്കനിൽ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ പുറത്ത് പോയി കഴിക്കണേക്കാട്ടി നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ല നല്ലത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ടുങ്ങാണ്ട് നല്ലോണം കുഴച്ചെടുക്കുക. എത്രയോ ആളുകളാണ് പുറത്ത് പോയി കഴിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയത് വീട്ടിൽ എൻ്റെ മോൾ ഉണ്ടാക്കിയ കേട്ടോ, ഞാനല്ല ഉണ്ടാക്കിയത്. അങ്ങനെ ഓരോന്നോരോന്ന് പരത്തി എടുത്തതിൻ്റെ ശേഷം ഇതിലിങ്ങനെ ആവശ്യത്തിന് പണ്ടങ്ങളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മടിയുക. നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നോ അങ്ങനെ മടിഞ്ഞുണ്ടാക്കുക. ഓളോ രീതിക്കനുസരിച്ച് മടിഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം നിരത്തി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവിച്ചെടുക്കലാണ്, അല്ലാണ്ട് എണ്ണയിൽ പൊരിക്കുന്നതല്ല കേട്ടോ. കണ്ടോ? പിന്നെ ഇതിൻ്റെ കൂടെ കൂട്ടാനും ചട്നി ഉണ്ടാക്കണം കേട്ടോ. ഇതിങ്ങനെ തന്നെ തിന്നണോലുണ്ട്. ചട്നി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് തക്കാളി, വെളുത്തുള്ളി, പിന്നെ വാറ്റൽമുളക്, ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം മിക്സിയിലിട്ടുങ്ങാണ്ട് ഇതാക്കണം. അപ്പോൾ ഇതിലേക്ക് ഇത് വെന്തിട്ടോ, ആവിയിൽ വേവിച്ചത് വെന്തെടുത്തിക്കണേ. ഒന്ന് ആവി എന്നാൽ മതി. മിക്സിയുടെ ജാറിലിട്ട് ഇതെല്ലാം കൂടി ഉപ്പും ആവശ്യത്തിന് ആഫ്രിക്കൻ മല്ലിയിലിട്ടും കൂടി കൂട്ടിയടിക്കുക. പിന്നെ തിളപ്പിക്കൊന്നും വേണ്ട, അങ്ങനെ ഇതിൻ്റെ കൂടെ കൂട്ടിയടിക്കാൻ എന്താ രസം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതാണ് നമ്മളെ ഇന്നത്തെ രാത്രികാലത്തെ ഭക്ഷണം. എന്നാൽ ഓക്കെ.